അക്കൗണ്ടിങ് എന്ന് പറയുന്ന വിഷയത്തെ മനസ്സിലാക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന VSG's അക്കൗണ്ടിങ് സിംപ്ലിഫൈഡ് എന്ന് പറയുന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഇത് 9ാമത്തെ സെഷനാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വിത്ത് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അതായത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഈ പറയുന്ന 2 ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും ഒന്നുമോ അല്ലെങ്കിൽ 2ലോ ഏർപ്പെടുന്ന ആൾക്കാരായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ് പറയുകയാണെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ വിത്ത് ദ ഓബ്ജക്റ്റ് ഓഫ് ഏർണിംഗ് മണി ഓർ ലൈവ്ലിഹുഡ് എന്നാണ്. അപ്പോൾ ജീവിത ഉപാധി, അതായത് ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരെല്ലാം ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ഇപ്പോൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു, അയാൾക്ക് ആ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റ് അയാളുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് മണി കണ്ടെത്തിയാൽ അത് ഇക്കണോമിക് ആക്ടിവിറ്റി ആവും. അതുപോലെ തന്നെ ഒരു ടീച്ചർ സ്കൂളിൽ പോകുന്നു, ഒരു ഡോക്ടർ മെഡിക്കൽ പ്രാക്ടീസ് നടത്തുന്നു, ഒരു എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുന്നു. ഇതെല്ലാം ഈ പറയുന്ന പോലെ ഉപജീവനത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. അതുപോലെ തന്നെ ഒരു ബിസിനസ്മാൻ ചെയ്യുന്ന ജോലിയും ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ ബിസിനസ് സ്റ്റഡീസിനകത്ത് ഈ ഒരു ആസ്പെക്റ്റ് കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവരെല്ലാം ഈ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരിക്കുന്നതെല്ലാം തന്നെ ഏൺ ചെയ്യാനാണ്, അല്ലെങ്കിൽ അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് ഏൺ ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമല്ലോ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ അത് ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ടു ഡിറൈവ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഓർ ഫോർ റിലീജിയസ് അല്ലെങ്കിൽ സോഷ്യൽ ഓബ്ലിഗേഷൻ ആർ കോൾഡ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഇവിടെ ഏൺ മണി അല്ല ഉദ്ദേശം. ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ചില ആൾക്കാർ ചില ജോലികളിൽ ഏർപ്പെടാറുണ്ട്. അവർക്ക് ഈ ഏൺ മണി റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള അല്ലായിരിക്കും ലക്ഷ്യം. ഏൺ മണി അല്ല ലക്ഷ്യം. ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ചിലവർ ചില ക്ലബ്ബുകളിൽ പോയിരുന്ന് ഗെയിംസ് കളിക്കാറുണ്ട്, ബാഡ്മിൻ്റൺ കളിക്കാറുണ്ട്, സ്പോർട്സുകളിൽ ഏർപ്പെടുക. അതുപോലെ ചിലവർ ചില അസോസിയേഷൻ്റെയൊക്കെ പ്രസിഡൻറ്റോ സെക്രട്ടറിയൊക്കെ ആയിട്ടിരിക്കുക. കുക്ക് ചെയ്യുക, അതായത് ഹൗസ് വൈഫ് കുക്ക് ചെയ്തത് മാനസിക തൃപ്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതും എല്ലാം തന്നെ ഈ പറയുന്ന നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസിലായിരിക്കും ഉൾപ്പെടുക. ഇപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീസും നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസും ഇവിടെ ഏൺ മണിയല്ല, അതായത് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ഏൺ മണിയല്ല ഒബ്ജക്റ്റീവ്. അപ്പോൾ അവർക്ക് ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ പ്ലഷർ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. പൈസയിൽ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വീട്ടമ്മ വീട്ടിലെ ആവശ്യങ്ങൾക്ക് കുക്ക് ചെയ്യുന്നത് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസും, അതേസമയം കുക്ക് ചെയ്യുന്നത് ഒരു ബിസിനസ്സായിട്ട് എടുത്താൽ, അല്ലെങ്കിൽ ആ കുക്ക് ചെയ്യുന്നത് വീട്ടിലെ ആവശ്യത്തിന് കഴിഞ്ഞിട്ട് വെളിയിൽ എവിടെയെങ്കിലും കൊടുത്ത് പൈസ ഏൺ ചെയ്താൽ അത് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റി അല്ല, ഇക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഈ ഇക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 തരത്തിലാണുള്ളത്. ആദ്യത്തത് പ്രൊഫഷൻ എന്ന് പറയാം, രണ്ടാമത്തത് എംപ്ലോയ്മെൻ്റ് എന്ന് പറയാം, മൂന്നാമത്തതാണ് നമ്മുടെ പാഠ്യവിഷയമായ ബിസിനസ്. അപ്പോൾ ഈ 3ഉം ഒന്ന് എന്താണ് അതിൻ്റെ സവിശേഷതകളൊന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യത്തത് പ്രൊഫഷനാണ്. A profession may be defined as an occupation engaged in rendering of personal services of a special and expert nature എന്നാണ്. ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ട് സേവന മനോഭാവത്തോടു കൂടി ഒരാൾ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടാൽ അതിനെ നമുക്ക് പ്രൊഫഷൻ എന്ന് വിളിക്കാം. ഉദാഹരണമായിട്ട് ലോയേഴ്സ്, ഡോക്ടേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, എൻജിനീയേഴ്സ് ഇവരെല്ലാം പ്രൊഫഷനിലാണ് ഏർപ്പെട്ടിരിക്കുക. ടീച്ചേഴ്സ്, ഏതെങ്കിലും വിഷയത്തിൽ പ്രത്യേക പ്രാവീണ്യമുള്ള ടീച്ചറാണ് ഈ പറയുക ടീച്ചേഴ്സിൻ്റെ ഏതെങ്കിലും കെമിസ്ട്രി ടീച്ചറോ ഫിസിക്സ് ടീച്ചറോ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ അതായത് പ്രൊഫഷൻ അനുസരിച്ച് ഏതെങ്കിലും പ്രൊഫഷന് ഏതെങ്കിലും യോഗ്യത നേടിയിരിക്കണം എന്നുള്ളത്
മസ്റ്റാണ്. ആ യോഗ്യതയ്ക്ക് അനുസരിച്ചായിരിക്കും പ്രൊഫഷനിൽ ആ ആളെ അറിയപ്പെടുക. ഇപ്പോൾ ഇവിടെ റിവാർഡുണ്ട്. ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഏണിങ്ങിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഇവിടുത്തെ ഈ ഏണിങ് അല്ലെങ്കിൽ റിവാർഡിനെ വിളിക്കുന്ന പേര് ഫീസ് എന്നാണ്. ഈ 3 കാറ്റഗറിയിലും ഈ റിവാർഡിനെ അല്ലെങ്കിൽ റിട്ടേണിനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പ്രൊഫഷണലിലെ റിട്ടേണിനെ വിളിക്കുന്ന പേര് ഫീസ് എന്നാണ്. നമുക്കറിയാം, നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയാൽ ഫീസ് കൊടുത്തു എന്നാണ് പറയുക. അഡ്വക്കേറ്റിന് ഫീസ് കൊടുത്തു എന്നാണ് പറയുക. ടീച്ചറിന് ഫീസ് കൊടുത്തു എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ പ്രൊഫഷൻ്റെ റിട്ടേൺ വിളിക്കുന്ന പേര്, ഈ ടേമാണ് ഫീസ് എന്ന് പറയും. ഇവിടെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ഈ പറയുന്ന കൗൺസിലുകൾ നിഷ്കർഷിക്കുന്ന കോഡ് ഓഫ് കോണ്ടക്റ്റ് അനുസരിച്ച് ഈ പ്രൊഫഷനിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പറയുന്ന, ഇപ്പോൾ നമുക്കറിയാം, ഒരു ഡോക്ടറാണെങ്കിൽ ആ വെള്ള വസ്ത്രം ധരിക്കുക, സ്റ്റെതസ്കോപ്പ് ഉണ്ടായിരിക്കുക. ലോയർ ആണെങ്കിൽ ആ ഒരു പ്രത്യേക യൂണിഫോം. പിന്നെ അവർ പറയേണ്ടത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട രീതി എന്ന് പറയുന്നത് അതാത് കൗൺസിലുകൾ അല്ലെങ്കിൽ അതാത് ഓർഗനൈസേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്നാണ് ഈ പ്രൊഫഷൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ റിവാർഡായിട്ട് ഫീസായിരിക്കും കിട്ടുക. അതേസമയം ഒരു ഡോക്ടർ പുള്ളി ക്ലിനിക്ക് നടത്തുന്നില്ല, വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രൊഫഷൻ എന്നല്ല പറയുക, അത് അടുത്ത കാറ്റഗറിയായ എംപ്ലോയ്മെൻ്റ് എന്നാണ് പറയുക. അപ്പോൾ എന്താ പറയുക, ഈ ഡോക്ടേഴ്സ് ആണെങ്കിൽ പ്രവർത്തിക്കേണ്ടത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കണം. ലോയർ ആണെങ്കിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കണം. അതുപോലെ നമ്മളെ അക്കൗണ്ടൻസ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പുറപ്പെടുവിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം ഒരു അക്കൗണ്ടൻറ്റും പ്രവർത്തിക്കാൻ. അപ്പോൾ ഇവരെല്ലാം തന്നെ പ്രൊഫഷനിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഓരോരോ സ്കില്ല്, ഒരു പ്രത്യേക കഴിവുകൾ ഓരോരുത്തർക്കും വച്ചിട്ട് അവർ ഈ പറഞ്ഞ പോലെ ഏൺ ചെയ്താൽ, ഉപജീവനം കണ്ടെത്തിയാൽ അതിനെ നമുക്ക് പ്രൊഫഷൻ എന്ന് ചുരുക്കത്തിൽ പറയാം. ഇനി അടുത്ത എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഓക്കുപ്പേഷൻ വേർ എ പേഴ്സൺ പെർഫോംസ് ദ വർക്ക്സ് അസൈൻഡ് ടു ഹിം ബൈ ദ എംപ്ലോയർ അണ്ടർ ആൻ എഗ്രിമെൻ്റ് എന്ന് പറയാം. ഇതിൽ ആദ്യം പറഞ്ഞ ആൾ ആരാണോ ഒരു പേഴ്സൺ ആയതിലെങ്കിലും കീഴിൽ വർക്ക് ചെയ്യുന്നത് ആ ആളെ എംപ്ലോയി എന്നും, ആരാണോ ഈ ആളെ അപ്പോയിൻ്റ് ചെയ്തത് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനെ എംപ്ലോയർ എന്നും വിളിക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ എംപ്ലോയ്മെൻറ്റിലാണ്, അദ്ദേഹം എംപ്ലോയിയും ഗവൺമെൻറ് എന്ന് പറയുന്നത് എംപ്ലോയറുമാണ്. അതുപോലെ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾ, ആ സ്ഥാപനം എംപ്ലോയറാണ്, ജോലി ചെയ്യുന്ന ആൾ എംപ്ലോയിയാണ്. ഇവിടെ റിവാർഡ് അല്ലെങ്കിൽ പ്രതിഫലം എന്ന് പറയുന്നത് വേജസ് അല്ലെങ്കിൽ സാലറീസ് ആയിരിക്കും. അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് ഈ ടേംസ് പറഞ്ഞു പോകാതെ പോകാൻ പറ്റില്ല. അപ്പോൾ നിത്യേന ഒരാളുടെ കീഴിൽ ജോലി ചെയ്തിട്ട് ദിവസം ശമ്പളം കിട്ടുകയാണെങ്കിൽ അതിന് വേജസ് എന്നും, അതല്ല ആ വേതനം അല്ലെങ്കിൽ ആ റിട്ടേൺ മാസത്തിലാണ് കിട്ടുന്നതെങ്കിൽ അതിനെ സാലറി എന്ന് വിളിക്കും. ഏതായാലും എംപ്ലോയ്മെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾ എംപ്ലോയറുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് മാത്രമേ ജോലി ചെയ്യാൻ കഴിയുള്ളൂ. അവിടെയാണ് എംപ്ലോയി ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ സ്കില്ല് നേടിയ ആളാണ് പ്രൊഫഷനിൽ ഏർപ്പെടുക. ഇവിടെയും എംപ്ലോയറാണ് ആ എംപ്ലോയിക്ക് എന്ത് ക്വാളിഫിക്കേഷൻ വേണം എന്ന് നിശ്ചയിക്കുന്നത്. അതുപോലെ കോഡ് ഓഫ് കോണ്ടാക്റ്റ് അതുപോലെ തന്നെയാണ്. കോഡ് ഓഫ് കോണ്ടാക്റ്റ് നിശ്ചയിക്കുന്നത് എംപ്ലോയറാണ്. അപ്പോൾ എംപ്ലോയർ നിശ്ചയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളെ ആണ് എംപ്ലോയിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എംപ്ലോയറുടെ നിർദ്ദേശം അനുസരിച്ചാണ് എംപ്ലോയി പ്രവർത്തിക്കുന്നത്. അതേസമയം ഒരു പ്രൊഫഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഡോക്ടർക്കോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനോ ഒരു എംപ്ലോയർ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ച് അദ്ദേഹത്തിന് ഏൺ ചെയ്യാം. എംപ്ലോയ്മെൻറ്റിൽ അത് പറ്റില്ല. ഇനി മൂന്നാമത്തെ ഈ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഏർപ്പെട്ടിരിക്കുന്നത് ബിസിനസ്സിലാണെന്ന് പറയാം. ആ ബിസിനസ് ആണ് നമ്മുടെ
എന്താ പറയുക നമ്മുടെ പഠന വിഷയമായി വരുന്നത്. അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കുറച്ച് പല വീഡിയോകളിൽ പറഞ്ഞ പോലെ ഇറ്റ്സ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി തന്നെയാണ് വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓർ ബൈയിങ് ഓഫ് ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ് വിത്ത് ദ ഓബ്ജക്റ്റീവ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് എന്നാണ്. അപ്പോൾ ഒന്നുകിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് സാധനം വിൽക്കാം, അല്ലെങ്കിൽ വാങ്ങി വിൽക്കാം, ഇതും അല്ലെങ്കിൽ ഏതെങ്കിലും സേവനങ്ങൾ ചെയ്തിട്ട് റിട്ടേൺ ഉണ്ടാക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇക്കണോമിക് ആക്ടിവിറ്റീസിലും റിവാർഡിന് അല്ലെങ്കിൽ റിട്ടേണിന് ഓരോ പേരുകൾ പറഞ്ഞു. പ്രൊഫഷണൽ ഫീസ് എന്ന് പറഞ്ഞു, എംപ്ലോയ്മെൻറ്റിൽ വേജസ് അല്ലെങ്കിൽ സാലറി പറഞ്ഞു. ഇവിടുത്തെ റിട്ടേൺ വിളിക്കുന്നത് പ്രോഫിറ്റ് എന്നാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ ഈ അക്കൗണ്ടിങ് എന്തിനു വേണം എന്ന് ചോദിച്ചാൽ ഈ പ്രോഫിറ്റ്, ഈ റിവാർഡ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ വേണോ എന്ന് ചോദിച്ചാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ബിസിനസ്സുകളാണ് വിജയിച്ച് കണ്ടിട്ടുള്ളത്. ഇവിടെ മുകളിൽ പറഞ്ഞ രണ്ട് ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ നിന്നും ബിസിനസ്സിന് ചില വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇവിടെ ബിസിനസ് വേണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു എമൗണ്ട് കൊണ്ടുവന്നേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ അക്കൗണ്ടിങ് ടേമിൽ പറയുന്നത് പോലെ ഒന്നി ബോറോ ചെയ്യാം, അല്ലെങ്കിൽ ലോൺ എടുക്കാം, അതല്ലെങ്കിൽ സ്വന്തം പൈസ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. ഏതായാലും ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന എമൗണ്ടിൻ്റെ പേര് ക്യാപിറ്റൽ എന്നാണെന്ന് നമ്മൾ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്യാപിറ്റൽ വേണം. പിന്നെ മറ്റുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ അപേക്ഷിച്ചിട്ട് ബിസിനസ്സിൽ മാത്രമാണ് റിസ്ക് എന്ന് പറയുന്ന ഫാക്ടർ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. ഇവിടെ യജമാനൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ആരും നമ്മളെ നിയന്ത്രിക്കാനില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ കോഡ് ഓഫ് കണ്ടക്റ്റ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കസ്റ്റമേഴ്സുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകുന്ന ബിസിനസ്സുകൾ മാത്രമേ വിജയിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ നമ്മൾ പറഞ്ഞല്ലോ റിവാർഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണല്ലോ ബിസിനസ്സിൻ്റെ. ആ റിവാർഡ് അതുണ്ടോ ഇല്ലേ എന്ന് നോക്കണമെങ്കിൽ പ്രോപ്പർ അക്കൗണ്ടിങ് വഴി മാത്രമേ കഴിയുള്ളൂ എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ അംഗീകരിച്ച കാര്യവുമാണ് ഇത്. അപ്പോൾ ഇവിടെ ഈ 3 ഇക്കണോമിക് ആക്ടിവിറ്റീസുമായിട്ട് കമ്പാരിസൺ നടത്തുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസും കൂടെ പറഞ്ഞു പോകാം. വേറെ ഒന്നുമില്ല, ഈ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഘടകം. അതായത് ഒരു പ്രൊഫഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്ക് അദ്ദേഹത്തിന് മതിയാക്കിയിട്ട് വേറൊരാളെ ഈ ഇൻട്രസ്റ്റ് താല്പര്യം ഏൽപ്പിക്കണമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റൊരാൾക്ക് ഉണ്ടാകണമെന്നില്ല. അതുമല്ലെങ്കിൽ ഇതേ പ്രൊഫഷന് വേറൊരാൾക്ക് താല്പര്യം വരണമെന്നില്ല. അതുപോലെ തന്നെയാണ് എംപ്ലോയ്മെൻറ്റ്. ഒരു കാരണവശാലും എംപ്ലോയറുടെ കൺസെൻ്റ് ഇല്ലാതെ ആ എംപ്ലോയ്മെൻറ്റ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു വകുപ്പുമില്ല. പിന്നെയുള്ളത് ബിസിനസ്സാണ്. ഈ ബിസിനസ് ഒരാൾ വേണ്ടെന്ന് വെച്ചാൽ അയാൾക്ക് ആ താല്പര്യം അയാളുടെ ലീഗൽ ഹയറിന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. കാരണം വലിയ പ്രത്യേകിച്ചുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല. നേരത്തെ പറഞ്ഞാലോ ആരും എംപ്ലോയർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേധാവിയായിട്ടില്ല. സ്വയം ഈ പറഞ്ഞ പോലെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആർക്ക് വേണമെങ്കിലും ബിസിനസ് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് നടക്കുന്നത് ആകെ ബിസിനസ്സിൽ മാത്രമാണ്, ഈ പറഞ്ഞ ഇക്കണോമിക് ആക്ടിവിറ്റീസുകളിൽ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഓരോരുത്തരും ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതിൻ്റെ ഉപയോഗം എല്ലാവർക്കും എത്തുന്നുള്ള വിശ്വാസത്തോടു കൂടി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കുമുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തണം, എങ്കിൽ എനിക്കൊരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.